ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്റക് മാത്തമാറ്റിക്സ് കാറ്റഗറി 3-ലെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 3 vertices of a parallelogram ABCD are A 8 6, B 2 10 and C -2 6. Then find the fourth vertex D. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ 3 വെർട്ടീസസ് തന്നിട്ട് നാലാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. വേറെ ഒന്നുമല്ല, നാലാമത്തെ വെർട്ടെക്സ് ഇവിടെ ABCD, നമ്മുടെ പാരലോഗ്രാമിന്റെ നെയിം ABCD എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ഈ ഒരു ഓർഡറിലാണ് പോയിട്ടുള്ളത്. എ കഴിഞ്ഞ ബി, ബി കഴിഞ്ഞ സി, സി കഴിഞ്ഞ ഡി, ഒരു ഓർഡറിലാണ്. അതുപോലെ തന്നെ എയും ബിയും സിയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല നോക്കിക്കേ. ഡി ഈക്വൽ ടു എയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് ബി മൈനസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് ആയാലും വൈ കോർഡിനേറ്റ് ആയാലും ഈ സെയിം ഷോർട്ട് കട്ട് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ബിയുടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യാം. എന്താണ് വൈ കോർഡിനേറ്റ് ആണ്, ഡിയുടെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എയുടെയും സിയുടെയും വൈ കോർഡിനേറ്റ് തമ്മിൽ കൂട്ടിയിട്ട് ബിയുടെ വൈ കോർഡിനേറ്റ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമ്മുടെ ഫോർമുല, ഷോർട്ട് കട്ട് ഫോർമുല ഇതാണ്. ഡി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഡി ഈക്വൽ ടു എ പ്ലസ് സി മൈനസ് ബി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഡിയുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ എയും സിയും കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റും സിയുടെ എക്സ് കോർഡിനേറ്റും നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 8 പ്ലസ് -2 മൈനസ് ഏത് ചെയ്യണം, ബിയുടെ എക്സ് കോർഡിനേറ്റ്. ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 2. ഓക്കെ, ഇത് ഓർത്ത് വെക്കാനായിട്ട് ഇപ്പൊ ഫോർമുല മറന്നു പോവുകയാണെങ്കിൽ നോക്കിക്കേ, എയുടെയും സിയുടെയും നമ്മൾ ആഡ് ആണ് ചെയ്തത്. ദാറ്റ് ഈസ് AC എന്ന് പറയുന്നത് ഈ പാരലോഗ്രാമിന്റെ എന്തായിട്ടാണ് വരുന്നത്, ഡയഗണൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ഡയഗണലിൽ വരുന്നത് എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യാം. പിന്നെ അൺനോൺ നോണും ആയിട്ടുള്ള അല്ലെ, അടുത്ത രണ്ടാമത്തെ ഡയഗണലിൽ ഒരെണ്ണമാണ് നമുക്ക് അറിയാവുന്ന പേര്. അപ്പൊ അതിൻ്റെ എന്ത് ചെയ്ത് കൊടുക്കാം, മൈനസ് ചെയ്യാം. അങ്ങനെ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ബൈഹാർട്ടാക്കി വെക്കാം. സോ ഇവിടെ ആൻസർ എന്ത് വരും, 8 പ്ലസ് -2 എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും കൂടി കമ്പൈൻ ചെയ്താൽ നെഗറ്റീവ് ആകും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇൻഡിജേഴ്സിലെ റൂൾ അനുസരിച്ച് പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായി മാറും, നെഗറ്റീവ് ആയിട്ട് മാറും, -2. സോ 8 - 2 ആദ്യം ചെയ്യുക, നമുക്ക് 6 കിട്ടും. ദെൻ 6 - 2 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. സോ എക്സ് കോർഡിനേറ്റ് 4 ആണ്. അപ്പൊ തന്നെ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി 4,2 ആണ് ഇവിടെ ഉത്തരവായിട്ട് വരാം. ഇനി നമുക്ക് എന്തായാലും വൈ കോർഡിനേറ്റ് കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ y ഈസ് ഈക്വൽ ടു, y എന്ന് പറയുമ്പോൾ എയുടെയും സിയുടെയും വൈ കോർഡിനേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യണം. കാരണം അത് ഡയഗണലിലാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ഡയഗണലില് അറിയാവുന്ന വെർട്ടെക്സ് ഏതാണ്, 10, അത് മൈനസ് ചെയ്യാം. സോ ആദ്യം അഡീഷൻ ചെയ്തിട്ടേ സബ്ട്രാക്ഷൻ ചെയ്യാവോ. അപ്പൊ അതുകൊണ്ട് ആദ്യം 6 + 6 കണ്ടുപിടിക്കാൻ 12 - 10. 12 - 10 എത്രയാവും, 2. സോ നമ്മുടെ കറക്റ്റ് തന്നെ അല്ലേ, 4,2 ആണ് ഇവിടുത്തെ ഡി കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എയും സിയും കൂട്ടുക, ബി മൈനസ് ചെയ്യാം. ABCD എന്നുള്ള ഓർഡർ തെറ്റാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടി വൈസ് നമുക്ക് എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നുണ്ട്. ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്ട് ഈച്ച് അതർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ 2 ഈക്വൽ പാർട്ടായിട്ട് ഡയഗണൽസ് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഡയഗണൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ AC ഒരു ഡയഗണൽ ആണ്. അതുപോലെ BD അല്ലെങ്കിൽ DB എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽ ആണ്. അപ്പോൾ പാരലോഗ്രാം 2 ഡയഗണൽസ് ആണ് ഉള്ളത്. ഈ 2 ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് എന്താണ്, സെയിം ആണ് അല്ലെ. അപ്പൊ മിഡ് പോയിന്റ് ഓഫ് ഡയഗണൽ AC എന്ന് പറയുന്നതും മിഡ് പോയിന്റ് ഓഫ് ഡയഗണൽ BD എന്ന് പറയുന്നത് എന്താണ്, O തന്നെയാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം മിഡ് പോയിന്റ് ഫോർമുല അറിഞ്ഞിരിക്കണം, എങ്കിലല്ലേ മിഡ് പോയിന്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുല പറയുന്നത് നമുക്ക് 2
പോയിന്റുകളുടെ അല്ലെങ്കിൽ രണ്ട് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ ആ ലൈനിന്റെ നടുക്ക് ഇപ്പൊ ഇതാണ് പി, ഇതാണ് ക്യൂ. ഓക്കെ, ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യാം, ബൈ 2 ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി വൈയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പിയുടെയും ക്യൂവിന്റെയും വൈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്ത് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ആവറേജ് കാണുക എന്നുള്ള മീനിങ് ആണ്, ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ. x1 ഉം x2 കൂടെ കൂട്ടുക, ബൈ 2 ചെയ്യുക, എക്സ് കിട്ടും. y കണ്ടുപിടിക്കാം, y1 പ്ലസ് y2 ചെയ്ത് ബൈ 2 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഡയഗണല്, രണ്ട് വെർട്ടെക്സും അറിയാവുന്ന ഡയഗണൽ എന്ന് പറയുന്നത് ഇവിടെ എ സി ആണ് അല്ലെ. എ സിയുടെ എയുടെ വെർട്ടെക്സും നമുക്കറിയാം, അതുപോലെ തന്നെ സിയുടെ വെർട്ടെക്സും നമുക്കറിയാം. അപ്പൊ അത് യൂസ് ചെയ്ത്, ആ വെർട്ടെക്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്താ ഓയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഓയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും നോക്കിക്കേ, x1 പ്ലസ് x2 ബൈ 2. അപ്പൊ ആ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടുക. ദെൻ വൈ കോർഡിനേറ്റ് കിട്ടാൻ y1 പ്ലസ് y2 ബൈ 2. ദാറ്റ് ഈസ് ഓയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത് 8 പ്ലസ് മൈനസ് 2 ബൈ 2, 6 പ്ലസ് 6 ബൈ 2. ദാറ്റ് ഈസ് ഓ 8 പ്ലസ് മൈനസ് 2 നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ, നേരത്തെ പറഞ്ഞ പോലെ 8 മൈനസ് 2 എന്നാവും. 8 മൈനസ് 2 6 എന്ന് വരും. 6 ഡിവൈഡ് ബൈ 2 3 എന്ന് കിട്ടും. 6 പ്ലസ് 6 12 വരും. 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടും. അപ്പം 3 6 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ കോർഡിനേറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ? 3,6. ഇനി നോക്കിക്കേ, ബി ഡിയുടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ബി ഡി ചെയ്യാം. അപ്പൊ ബി ഡിയുടെ ചെയ്യുമ്പോൾ ഒരു കോർഡിനേറ്റ് അൺനോൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ബി ഡിയുടെ കേസ് വരുമ്പോ നോക്കിക്കേ, മിഡ് പോയിന്റ് ഈക്വൽ ടു എന്ത് വരും? എക്സ് കോർഡിനേറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എക്സും ഇവിടെയാണെങ്കിൽ 2 ആണ്. അപ്പൊ എക്സ് പ്ലസ് 2 ബൈ 2, അടുത്ത വൈ കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം, വൈ പ്ലസ് 10 ബൈ 2. മിഡ് പോയിന്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചല്ലോ ഓൾറെഡി. എ സി യൂസ് ചെയ്ത് നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഈ മിഡ് പോയിന്റ് പ്ലേസിൽ നമുക്ക് ആ കോർഡിനേറ്റ് ഇട്ട് കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. 3,6. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ എന്നാ പറഞ്ഞേ. രണ്ട് കോർഡിനേറ്റ്സുകൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും എന്തായിരിക്കും? സെയിം ആണ് എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ 3 എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഈക്വൽ ആവും? എക്സ് പ്ലസ് 2 ബൈ 2 ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും നോക്കിക്കേ. ഈ 2 നേരെ 3യുടെ അടുത്ത് പോകുമ്പോൾ 2 into 3 എന്ന് വരും അല്ലെ, 6. അപ്പൊ എക്സ് പ്ലസ് 2 ഞാൻ വേണമെങ്കിൽ അടുത്ത പേജിൽ ചെയ്യാം. അപ്പൊ എക്സ് പ്ലസ് 2 ബൈ 2 ഈക്വൽ ടു 3 എന്ന് വന്നു. ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 3 into 2 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 6. 2 ഇനി അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2 ആയിട്ട് മാറും. സോ ആൻസർ 4. ഇത് തന്നെയല്ലേ നമുക്ക് ഷോർട്ട് കട്ടിലും കിട്ടിയത്. ഇനി അടുത്തത് വൈയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പം അവിടെ വന്നിട്ട് വൈ പ്ലസ് 10 ബൈ 2 ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടിയത്? 3,6 അല്ലേ. അപ്പോൾ 6. ഓക്കെ, ഈ 6 ആണ് എടുത്തത് വൈ കോർഡിനേറ്റ്. ഇനി 2 നേരത്തെ ചെയ്ത പോലെ ഇവിടെ ചെയ്ത അതേ സംഭവം 2ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ വൈ പ്ലസ് 10 ഈക്വൽ ടു 6 into 2, വൈ പ്ലസ് 10 ഈക്വൽ ടു 12. ഇനി വൈ 10ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും അല്ലെ. അപ്പൊ 12 മൈനസ് 10 ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 2. സോ ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് 4,2 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇത് കുറച്ച് ടൈം എടുത്ത് നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കാട്ടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ്. നമുക്ക് എയും ബിയും സിയും അറിയാം. ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബി മൈനസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ നിങ്ങൾ നോക്കണം. ഓർഡർ എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിരിക്കണം. ഓക്കെ, കോൺസിക്യൂട്ടീവ് എ കഴിഞ്ഞാൽ ബി ആയിരിക്കണം, ബി കഴിഞ്ഞാൽ സി ആയിരിക്കണം. ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കണം പോവേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് മെത്തേഡും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.